Hi everyone, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് അൺഡു ആൻഡ് റീഡു. ഓക്കെ, സോ അൺഡു ആൻഡ് റീഡു നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ, ഡോക്യുമെൻ്റ് എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് സ്റ്റേജിലേക്ക് പോകാനാണ് നമ്മൾ അൺഡു യൂസ് ചെയ്യുക. ദെൻ റീഡു ആണെങ്കിൽ അതിൻ്റെ റിവേഴ്സാണ്. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ചില കേസിൽ നമുക്ക് മുന്നോട്ട് വരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നത്തേക്ക് വരേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ റീഡു നമുക്ക് യൂസ് ചെയ്യാം. കൺട്രോൾ ഇസഡ് ആണ് അൺഡുവിൻ്റെ ഷോർട്ട് കട്ട്, കൺട്രോൾ വൈ ആണ് റീഡുവിൻ്റെ ഷോർട്ട് കട്ട്. ഒരു ആക്ടിവിറ്റി ഞാൻ കാണിക്കാം. ഞാൻ ഇതിൻ്റെ കളറൊക്കെ മാറ്റി ഇവിടെ ബോൾഡാക്കി, ഇതിന് റെഡ് കളർ കൊടുത്തു, ഇതിന് അണ്ടർലൈൻ കൊടുത്തു, ഇതിന് ഷെയ്ഡിങ് കളർ വേറെ കൊടുത്തു, ദെൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ കൂട്ടി. ഓക്കെ, സോ ഞാൻ അൺഡു പോവുകയാണ്. നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് അൺഡു ആൻഡ് റീഡു ഉള്ളത്. അൺഡു ആൻഡ് റീഡു, ഇത് അൺഡു ആൻഡ് റീഡു. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മതി. അൺഡു, ഇത് റീഡു ആണ്. ഓക്കെ, സോ കൺട്രോൾ ഇസഡ് നമ്മൾ പ്രസ് ചെയ്യുക. അൺഡുവിന് പകരം കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്താൽ മതി. നോക്കിയാൽ മതി, ഓരോ ചേഞ്ചസും ബാക്കിലേക്ക് മാറുന്നത് കാണാം. അൺഡു, 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 അൺഡു. ഇനി അത് നേരെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ റീഡു, 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 റീഡു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് അൺഡു ആൻഡ് റീഡു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡോക്യുമെൻറ്റിനകത്ത് മാക്സിമം 100 ടൈംസ് ബാക്കിലേക്കും 100 ടൈംസ് മുന്നിലേക്കുമാണ് നമുക്ക് വരാൻ പറ്റുന്നത്. ഓക്കെ, മറക്കരുത്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ ഇസഡും കൺട്രോൾ വൈയും ആണ്. അൺഡുവിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഇസഡ്, റീഡുവിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ വൈ. ഓക്കെ, താങ്ക് യു.